നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 10-3-2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട്, കുംഭം 26 പൂയം നക്ഷത്രം, ശുക്ലപക്ഷ ഏകാദശി തിഥി വരുന്ന ദിവസം ചന്ദ്രോദയം 3:34 PM ഉദയം 6:38 AM അസ്തമനം 6:32 PM ആകുന്നു. രാഹുകാലമാകട്ടെ 8:07 AM മുതൽ 9:36 PM വരെ. ഗുളികകാലം 2:04 PM മുതൽ 3:33 PM വരെ. യമകണ്ഠകാലമാകട്ടെ 11:06 AM മുതൽ 12:35 PM വരെ. അഭിജിത്ത് മുഹൂർത്തം 12:11 PM മുതൽ 12:33 PM വരെയും 12:37 PM മുതൽ 12:59 PM വരെയും ആകുന്നു. ചന്ദ്ര അഷ്ടമം ആകട്ടെ ധനു രാശിക്കാർക്കാണ്. ചന്ദ്രൻ അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ദിവസം ആയതുകൊണ്ട്, അതായത് പൂയം നക്ഷത്രവും തിങ്കളാഴ്ചയും ആയതുകൊണ്ട്, ഏകാദശി തിഥി കൂടി ആയതുകൊണ്ട് എല്ലാവരും മഹാവിഷ്ണുവിനെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. ഏകാദശി വ്രതമെടുക്കാൻ സാധിക്കുന്നവർ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നെങ്കിലും 108 പ്രാവശ്യം ജപിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ദുർഗാദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നതിന് ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് പ്രാർത്ഥിക്കാം. തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി നിൽക്കുന്ന ദിവസം ദുർഗാദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി കിട്ടും. എല്ലാവരും മനസ്സറിഞ്ഞ് വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്, ഓഫ് വൈറ്റ് ചന്ദന നിറമായാലും വെളുത്ത വസ്ത്രമായാലും ധരിച്ചുകൊണ്ട്, മുത്തൊക്കെ ധരിക്കുവാൻ പറ്റുകയാണെങ്കിൽ മുത്തുമാലയൊക്കെ ധരിച്ചുകൊണ്ട് ചന്ദ്രനെ മനസ്സറിഞ്ഞ് സുന്ദരമായി പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പ്രദാനമാകും. ഉമാമഹേശ്വരനെ കൂടി പ്രാർത്ഥിച്ചാൽ മംഗല്യ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ശിവങ്കൽ പിൻവിളക്കിൽ എണ്ണ കൊടുത്തുകൊണ്ട് ഉമാമഹേശ്വരനെ പ്രാർത്ഥിക്കുന്നത് പോലെ സ്വയംവര മന്ത്രം ജപിക്കുക. ദീർഘ സുമംഗല്യം ആയിരിക്കുന്ന, അല്ലെങ്കിൽ നെടുമാംഗല്യം നിലനിർത്തി കിട്ടുന്നതിനായി പാർവതീദേവിക്ക് കുങ്കുമം ചാർത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അപ്പം ഏകാദശി തിഥി ആയതുകൊണ്ട് വ്രതമെടുത്തുകൊണ്ട് പ്രാർത്ഥന ചെയ്യുന്നതും നല്ലതാണ്. ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തുതി ചൊല്ലുമ്പോൾ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധിക്കേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന വരികൾ നാരായണി സ്തുതിയിലാണ്. ഈ വരികളെങ്കിലും ചൊല്ലുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. ചോറ്റാനിക്കരയിലെ ഉത്സവകാലമാണ്. അമ്മയുടെ അനുഗ്രഹത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കുക. ഗുരുവായൂർ കലശമൊക്കെ നടക്കുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച്. അപ്പോൾ ഗുരുവായൂരപ്പനെയും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കൂ. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. ഇനി നമുക്ക് രാശിചക്രത്തിലേക്ക് കടക്കാം. സൂര്യൻ കുംഭൻ രാശിയിലും ചന്ദ്രൻ കർക്കിടകം രാശിയിലും, ചൊവ്വയാവട്ടെ മിഥുനത്തിലും, ബുധൻ മീനത്തിലും, ഗുരു ഇടവത്തിലും, ശുക്രൻ മീനത്തിലും, മന്ദൻ അല്ലെങ്കിൽ ശനി കുംഭത്തിലും, സർപ്പി മീനത്തിലും, കേതു കന്നിയിലും, ഗുളികോദയമാവട്ടെ കർക്കിടകൻ രാശിയിലും ആകുന്നു. ഉദയം വന്നിരിക്കുന്നത് മീന ലഗ്നത്തിൽ ആണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് 27 നക്ഷത്രക്കാർക്കും ഈ രാശിപ്രകാരം ഉണ്ടാകുന്ന പൊതു സ്വഭാവങ്ങൾ. ഇത് ഞാനിവിടെ പറയുന്നത് പൊതുഫലങ്ങൾ മാത്രമാണ്. ജാതകത്തിലെ പ്രശ്നങ്ങളൊക്കെ വച്ചുകൊണ്ട് വേണം അത് വിശദമായ
ഒരു വിശകലനം ചെയ്യുന്നത് ജാതകം പരിശോധിച്ചിട്ടാണ്, ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിയിട്ടാണ്. അത് അല്ല ഇവിടെ പറയുന്നത്, ഇന്നത്തെ രാശിചക്രം നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ രാശിചക്രം അനുസരിച്ചിട്ട് ഓരോ കൂറുകാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന്. രാശിചക്രത്തിലെ ഫലങ്ങളും ആർജിത ഫലങ്ങളും സഞ്ചിത കർമ്മഫലങ്ങളും നമ്മുടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹവും എല്ലാം കൂടിക്കലർന്നതാണ്. നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും രക്ഷിതാക്കളുടെ പാപപുണ്യങ്ങളുടെ ഫലം, സഞ്ചിതവും ആർജിതമായ കർമ്മങ്ങളുടെ ഫലം എല്ലാം അടിസ്ഥാനമാക്കിയാണ് ഒരാളുടെ ജീവിതത്തിൽ നന്മകളും തിന്മകളും അനുഭവയോഗ്യമാവുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ സാധാരണ നമ്മൾ പറയുന്നത് പൊതു സ്വഭാവം, അത് ചിലപ്പോൾ എല്ലാവർക്കും പൂർണ്ണമായി ഫലപ്രദമാവണമെന്നില്ല. 1-2 പേർക്കോ ഫലം ഇല്ല എങ്കിലും 98% പേർക്കും അനുഭവയോഗ്യമാകാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ശ്രമം ചെയ്യുന്നത്. മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിത്രം ശത്രുവാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശത്രുക്കൾ മിത്രമാകാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വസ്തു സംബന്ധമായും ഗൃഹസംബന്ധമായും വാഹന സംബന്ധമായും സമ്പത്ത് വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു. നേതൃസ്ഥാനം ഏറ്റെടുക്കും. ഒപ്പം ആചാര്യ സ്ഥാനവും വഹിക്കും. ഒന്നിനും മുൻകൈ എടുക്കരുത്. ധനനഷ്ടം കുടുംബക്കാരിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഉണ്ടാവാം. ചിലപ്പോൾ ചില അപവാദവും വന്നു ചേരാം. ആയതിനാൽ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ ഏകാദശി തിഥി ആയതുകൊണ്ട് മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം കൂടി ചെയ്യണമെന്നല്ല, സമയം പോലെ ഒരു വരിയെങ്കിലും ഒരു നാമമെങ്കിലും പൂർണ്ണമായി ചെയ്യുവാൻ സാധിക്കുമ്പോൾ ആ ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞുകൊണ്ട് ഗുണഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും. പ്രവർത്തിച്ചതിന് ശേഷം ഫലത്തിനായി പ്രാർത്ഥിക്കൂ. കർമ്മമാണ് നമ്മൾക്ക് ഫലം നൽകുന്നത്. ഇടവം രാശി. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. ഉദ്യോഗ കയറ്റം ഉണ്ടാകും. പ്രായമായവർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യ പഠിക്കുന്നതിന് അനുകൂല സമയമാണ്. പരീക്ഷാ വിജയം ഉണ്ടാകും. യന്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് തൊഴിലിൽ അല്പം നേട്ടമുണ്ട്. യുവമിഥുനങ്ങൾക്ക് ഉദ്യോഗത്തിന് പറ്റിയ കാലമാണ്. സർക്കാർ ആനുകൂല്യം, ചിട്ടി, ബാങ്കിങ് തുടങ്ങിയ ധനാഗമന മാർഗങ്ങളിൽ നിന്നും ധനം വന്നു ചേരുന്നതിന് യോഗം കാണുന്നു. വിഷാദരോഗം കാരണമൊന്നുമില്ലാതെ മനസ്സ് എപ്പോഴും ചഞ്ചലിതമായി കൊണ്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. മനസ്സറിഞ്ഞ് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് ആ മനപ്രയാസം മാറുന്നതിന് സഹായകമാകും. ആയുധങ്ങൾ കൊണ്ട് മുറിവ് വരുവാനുള്ള സാധ്യതയും ഉണ്ട്. ഉദരരോഗം വരാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പനിനീരഭിഷേകമോ പാലഭിഷേകമോ കഴിക്കുന്നത്, ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് പ്രാർത്ഥിക്കുന്നത്, മഹാവിഷ്ണുവിൻ്റെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പ്രാർത്ഥിക്കുന്നത്, കഴിയുമെങ്കിൽ രാശിനാഥയായ മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. ശിവങ്കൽ പിൻവിളക്ക് കൂടി കഴിക്കൂ. കഴിയുന്നവർ സമയമുള്ളതുപോലെ തന്നെ ദീർഘമാംഗല്യത്തിനായിട്ട് കഴിയുന്നത് പോലെ ഉമാ മഹേശ്വര പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പങ്കെടുക്കുക. ഇല്ലെങ്കിൽ സ്വയംവര മന്ത്രം പ്രാർത്ഥിക്കുക. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗീശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ സ്വാഹ. ഇത് സ്വയംവര മന്ത്രം എന്ന് പറയുമ്പോൾ ഒരു വശ്യമന്ത്രമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും നമുക്കെയും നമ്മുടെ ഇഷ്ടം ദേവതയ്ക്ക് നമ്മളോടുമൊക്കെ ഇഷ്ടം നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടി നമ്മൾക്ക്
പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാ ദേവതയുടെയും അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം മംഗളമായി തീരും. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ സ്വാഹ എന്ന അമ്മയുടെ നേരെ നോക്കി പ്രാർത്ഥിച്ചാൽ പോലും നമുക്ക് ഗുണഫലം നൽകുന്നതാണ്. അമ്മയുടെ അനുഗ്രഹം, അമ്മയുടെ മുഖകമലം നമ്മുടെ മനസ്സിൽ പതിയണം, നമ്മുടെ ഹൃദയത്തിൽ അമ്മയുടെ രൂപം തെളിയണം, അമ്മ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരണമെന്ന് ചോറ്റാനിക്കര അമ്മയെയോ അതുപോലെ ആറ്റുകാലമ്മയൊക്കെ മൂകാംബി ദേവിയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട്, ദുർഗാദേവിയെ മനസ്സിൽ കൊണ്ടുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ പോലും ഗുണഫലം ലഭിക്കുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ജനസമ്മതി മാത്രമല്ല, ചിലപ്പോൾ അല്പസ്വല്പം ധനവും അംഗീകാരവും വന്നു ചേരും. മത്സര കാര്യങ്ങളിൽ പാതി വിജയം ഉറപ്പാക്കാം. പുതിയ വീട് നിർമ്മാണത്തിനുള്ള ആലോചനകൾ നടത്തും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ പരിശീലനം ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഇവയെല്ലാം സമയോചിതമായി വന്നു ചേരുന്നതാണ്. കലാകാരന്മാർക്ക് സർക്കാരിൽ നിന്നും അംഗീകാരമോ പ്രോത്സാഹനമോ അവാർഡുകളോ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്പം സാമ്പത്തിക മെച്ചം വന്നു ചേരാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യം ഒത്തു വരുന്നതാണ്. വിശിഷ്ട അലങ്കാര സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു ശ്രമവും വിജയിച്ചേക്കാം. പൊതുവെ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപത്തെ ശ്രീരാമസ്വാമി, ശ്രീകൃഷ്ണസ്വാമി, നരസിംഹസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും. ഏകാദശി തിഥി ആയതുകൊണ്ട് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാ ആശ്രയച്ഛമേ എന്നുള്ള വിദ്യാഗോപാല മന്ത്രമോ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനെ സ്വാഹ എന്ന രാജഗോപാല മന്ത്രമൊക്കെ ചൊല്ലുന്നത്, ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുന്നത്, ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് ജപിക്കുന്നത്, സർവമംഗളമാംഗല്യേ എന്ന് ജപിക്കുന്നത്, അതുപോലെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് ജപിക്കുമ്പോഴൊക്കെ അമ്മയുടെ അനുഗ്രഹം ലഭിക്കും. ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം ലഭിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കും. നാമജപത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് ഫലങ്ങളുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം നാമജപത്തിലേക്കും പ്രാർത്ഥനയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. പ്രാർത്ഥനയും കർമ്മഫലവും കൂടിയാകുമ്പോൾ എല്ലാ കഷ്ടതകളും മാറി ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും. ചോറ്റാനിക്കരമ്മയുടെയും ഗുരുവായൂരുമൊക്കെ ഉത്സവം നടക്കുന്നതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്യൂ. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. കർക്കിടകക്കൂറ് കാര്യങ്ങൾ കൃത്യമായി നടക്കുന്ന സമയമാണ്. വിഘ്നങ്ങൾ പൊതുവെ കുറഞ്ഞു കിട്ടും. ഉദ്യോഗത്തിൽ പുരോഗതിയും ഉദ്യോഗ സംബന്ധമായ യാത്രകളും വേണ്ടി വന്നേക്കാം. ശത്രുക്കൾ പൂർണ്ണമായി പരാജയപ്പെടും. കുടുംബപരമായി അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ചെറുപ്പക്കാർക്കാണെങ്കിൽ വിവാഹയോഗവും വന്നു ചേരും. സന്താനയോഗവും മുടങ്ങിയ പഠനം പുനരാരംഭിക്കുന്നതിനുള്ള യോഗവും കാണുന്നു. താൽക്കാലികമായി ജോലിക്ക് കയറുവാനുള്ള നിയമന ഉത്തരവ് ലഭിക്കാവുന്ന ദിവസമാണ്. ഭൂമി വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരും. പൊതുവെ ദുർഗാദേവിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി രാശിനാഥയായ ദുർഗാദേവിയുടെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്വതി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായം വായിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ 5-ാം അധ്യായം കൂടി വായിക്കാൻ കഴിഞ്ഞാൽ വളരെ പുണ്യമാണ്. കഴിയുമെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നും കൂടി പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കും. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സമയമാണ്. മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കുവാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. ശത്രുശല്യത്താൽ ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വന്നു ചേരാം. ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം കർമ്മ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു കിട്ടും. നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ അല്പം ഭാരം കൂടി വരുന്നു. സന്താനങ്ങൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം. സാമാന്യ ഉദ്യോഗത്തിനുള്ള ഒരറിയിപ്പും ലഭിക്കുന്നതാണ്. ഗ്രഹനിർമ്മാണത്തിൽ അല്പം പുരോഗതി ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കാവുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങാനും യോഗം കാണുന്നു. പൊതുവെ പറഞ്ഞാൽ കണ്ടകശനി കാലം ആയതുകൊണ്ട് ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുകയും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഏകാദശി നാളായതുകൊണ്ട് വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും. ഉമാമഹേശ്വരന് നെയ്ദീപം തെളിച്ച് ശിവങ്കൽ പിൻവിളക്കിൻ്റെ എണ്ണ കൊടുത്ത് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ദാമ്പത്യത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ദാമ്പത്യം സുഖകരമായി തീരുന്നതാണ്. പ്രണയ ജോഡികൾക്കും അവരുടെ പ്രണയ സാഫല്യമുണ്ടാവുന്നതിന് സ്വയംവര മന്ത്രം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, രാശിനാഥനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തിനായി ഒരു വിളക്ക് വച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. മാനസ പൂജയായിട്ടെങ്കിലും പൂജകൾ ചെയ്യുമ്പോൾ കർമ്മഫലം ഉറപ്പാണ്. കന്നിക്കൂറ്. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ചിട്ടികളിലൊക്കെ ചേർന്നിരിക്കുന്നവർക്ക് നറുക്ക് വീഴുവാനുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊക്കെ സാധിക്കുമെങ്കിലും അല്പം ആലസ്യവും ക്ഷീണവും വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാഗോപാല മന്ത്രം ഉരുവിടുന്നത് വളരെ നന്നായിരിക്കും. രക്ഷിതാക്കൾ അംബിക അനാദിനദിന അശ്വാരൂഢ അപരാജിത എന്ന മൂകാംബിക സ്തുതി, മൂകാംബിക പഞ്ചരത്ന സ്തോത്രം, മൂലാംബൗരുഹ മധ്യഹോണ വലസദ്ബന്ധൂകരാഗോജ്വലാം ജ്വാലാ ജ്വാല ജിതേന്ദുകാന്തിലഹരീം ആനന്ദസന്ദായിനി എന്നുള്ള പഞ്ചരത്ന സ്തോത്രം ആലപിക്കുന്നത്, അതുപോലെ തന്നെ നാരായണി സ്തുതി ചൊല്ലുന്നത് ഒക്കെ കുട്ടികൾക്ക് വരുന്ന ക്ഷീണങ്ങളെല്ലാം മാറുന്നതിന് സഹായകമാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വരുന്നതിന് സഹായകമാകും. ശമ്പളം പെൻഷനൊക്കെ കൃത്യമായി കിട്ടുക, തടസ്സങ്ങൾ മാറുന്നതിന്, കലാകാരന്മാർക്ക് പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കുന്നതിന്, പൂർവിക സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീർച്ച ഉണ്ടാവുന്നതിനൊക്കെ രാശിനാഥയായ മൂകാംബിക ദേവിയെയും മഹാവിഷ്ണുവിനെയും ദുർഗാദേവിയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഗുണഫലങ്ങൾ 100 ഇരട്ടി വർദ്ധിക്കുന്നതാണ്. എല്ലാവർക്കും ഈ തിങ്കളാഴ്ച ദിവസം എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഗണപതി ഭഗവാനെ കൂടി സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏറ്റമെങ്കിലും ഇടുന്നത് ഫലങ്ങളുടെ മാധുര്യം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. തുലാക്കൂറ്. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനങ്ങളുടെ ഒരു
സന്താന ലബ്ധിക്കുള്ള ഒരവസരം വന്നു ചേരും. രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് അല്പം ഒരു മോചനം ലഭിക്കുന്നതാണ്. രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം വരുന്നതാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും ദൈവാധീനം വരുന്ന സമയമാണ്. ധനസമൃദ്ധി ഉണ്ടാവും. ഗുരുക്കന്മാരിൽ നിന്നും സന്തോഷമുള്ള അനുഭവങ്ങൾ ലഭിക്കും. കലാകാരന്മാർക്ക് അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കാം. ഭരണകർത്താക്കൾക്ക് വിജയമുണ്ടാകും. വ്യാപാരികൾക്കും അവരുടെ ബിസിനസ്സിൽ അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലിയുള്ളവർക്ക് അല്പം സാമ്പത്തികം വന്നു ചേരുന്ന സമയമാണ്. പൊതുവേ പറഞ്ഞാൽ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഇഷ്ടമുള്ള നാമങ്ങൾ ഇഷ്ടത്തിനൊത്ത് ജപിക്കുമ്പോൾ നാമജപത്തിലൂടെ മനസ്സ് കൊണ്ട് പൂജ ചെയ്യുന്നതിലൂടെ കുടുംബ പരദേവതയെയും പ്രാർത്ഥിക്കുന്നതിലൂടെ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തു നിന്നും എന്തെങ്കിലും അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ അല്ലെങ്കിൽ സഹായങ്ങൾ ഉണ്ടാകാം. വിവാഹാലോചന തടസ്സപ്പെടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നീട് ഒരു പുതിയ അവസരം വന്നു ചേരുകയും ചെയ്യും. യുവാക്കൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നതിനുള്ള അറിയിപ്പുകൾ ലഭിക്കും. സന്താന യോഗവും അതുപോലെ തന്നെ സന്താനങ്ങളുള്ളവർക്ക് സന്താനങ്ങളിൽ നിന്ന് ശുഭ വിവരങ്ങൾ കേൾക്കുന്നതിനും യോഗം കാണുന്നു. ചെറുകിട കച്ചവടക്കാർക്കും വൻകിട ബിസിനസ്സുകാർക്കുമൊക്കെ അവരുടെ ബിസിനസ് വളർച്ച പ്രതീക്ഷിക്കാം. വാഹനങ്ങൾ വാങ്ങുന്നതിനോ വിക്രയം ചെയ്യുന്നതിനോ ഉള്ള യോഗം കാണുന്നു. പ്രായമായവർക്ക് വീട് മാറി താമസിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. പൊതുവെ രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുകയും ദേവീ മഹാത്മ്യത്തിലെ 5ാം അധ്യായം പാരായണം ചെയ്യുകയും ഹരേ രാം ഹരേ കൃഷ്ണൻ ജപിക്കുകയും ചെയ്യുന്നതോടുകൂടി എല്ലാം തടസ്സങ്ങൾ, കണ്ടകശനി ആയതുകൊണ്ട് ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. വിഷ്ണുമായ സ്വാമിയെയും ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വഴക്കുകൾ, അതായത് കുടുംബത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് കുടുംബ കലഹമായി മാറാം. വീഴ്ചകളോ ക്ഷതങ്ങളോ വന്നു ചേരാം. അതുപോലെ അഗ്നിയിൽ നിന്നൊക്കെ എന്തെങ്കിലും അപകടം വരാനായിട്ട്, അഗ്നിബാധ ഉണ്ടാവാനൊക്കെയുള്ള ഒരു സാഹചര്യമാണ്. പൊതുവെ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും വന്നു ചേരാം. പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഓം നമോ നാരായണായോ എന്നോ ജപിക്കുന്നത്, അതുപോലെ തന്നെ ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് ജപിക്കുന്നത്, അതുപോലെ ചോറ്റാനിക്കരമ്മയെയും ഗുരുവായൂരപ്പനെയൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. കുടുംബദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. വിഷ്ണുമായ സ്വാമി, അതുപോലെ തന്നെ കുട്ടിച്ചത്തൻ സ്വാമി, തൃപ്പറയാർ ശ്രീരാമസ്വാമിയെയും അച്ചാത്തൻ സ്വാമിമാരെയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടതകൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. പുതിയ വഴി, ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും പുതിയ എന്തെങ്കിലും ഒരു ദീപം തെളിഞ്ഞ് വരുന്നതായി തോന്നും. പ്രതീക്ഷയുടെ തീനാളം ജ്വലിച്ച് ഏറ്റവും അനുകൂലമായി തീരുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. പ്രാർത്ഥന കൊണ്ടെല്ലാം മംഗളമായി തീർക്കുക. കർമ്മം കൂടി ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകൾ പൂർണ്ണമായിട്ടും യാത്രകൾ ആവശ്യമായി വരുന്ന സമയമാണ്. ഫുൾ ടൈം യാത്ര ചെയ്യേണ്ടതായി വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഏത് യാത്രയിൽ വാഹനത്തിലിരിക്കുമ്പോഴും പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ
ആയുധങ്ങളുമായിട്ട് പണി ചെയ്യുന്നവർക്ക് ആയുധങ്ങൾ കൊണ്ട് അപകടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവരൊക്കെ അവരുടെ ആയുധങ്ങളിൽ നിന്ന് അപകടങ്ങളൊന്നും വരാതിരിക്കാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. രാശിനാഥനായ ശനീശ്വരനെ, ആഞ്ജനേയ സ്വാമിയെയും അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫലം കിട്ടും. ഗണപതി ഭഗവാൻ ഏത്തമിടുന്നത് ഒരുപാട് നല്ലതാണ്. ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടി ആഭരണങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പെട്ടെന്ന് സാമ്പത്തികം കയ്യിൽ വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിനായി, ക്ഷേമകാര്യത്തിനായി എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കും. പൊതുവെ കുറച്ച് അലച്ചിലുണ്ടെങ്കിലും കാര്യ വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. ആ വിജയം ആഘോഷിക്കുവാൻ പ്രാർത്ഥനകളുടെയും കൂടെ ഒരു സഹായത്തോടുകൂടി ശിവങ്കൽ ഒരു പിൻവിളക്ക് തെളിച്ച് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കുംഭക്കൂറ് എന്ന് പറയുമ്പോൾ പൊതുവെ ചിന്തകൾക്ക് രൂപം കൊടുക്കുന്ന ദിവസമാണ്. ചിന്തിച്ച് അതിനുശേഷം ആ ചിന്തിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. അതിൽ ഒരു പരിധി വരെ വിജയിക്കും. പ്രൈവറ്റ് ട്യൂഷനും കോളേജിൽ ഇങ്ങനെ പാരലൽ കോളേജൊക്കെ നടത്തുന്നവർക്ക് അല്പം അനുകൂല സമയമാണ്. അഭിനയം, നൃത്തം, കലാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ കലയിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. ധനസമ്പാദ്യത്തിന് പറ്റിയ കാലമാണ്. അല്പസ്വല്പം പണം നിക്ഷേപിക്കുന്നതിനൊക്കെയുള്ള സാധ്യത വന്നു ചേരും. ഭൂമി ലാഭവും ഗൃഹനിർമ്മാണവും ഒക്കെ വലിയ സ്വപ്നങ്ങളാണ്. അതിനുള്ള ഒരു മാർഗം തെളിഞ്ഞ് വരുന്നതാണ്. പ്രായമായവർ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ജന്മശനിക്കാലമായതുകൊണ്ട് വീഴ്ചകളോ തട്ടോ മുട്ടോ വരാതിരിക്കാൻ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് ദീപം തെളിക്കുന്നത്, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകാദശി ദിവസം കൂടി ആയതുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുക, ഗുരുവായൂരപ്പനെയും ചോറ്റാനിക്കരയമ്മയും പ്രാർത്ഥിക്കുക, അമ്മേ നാരായണൻ ജപിക്കുക, കുടുംബപരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചാൽ പോലും ഗുണഫലങ്ങൾ ഉണ്ടാകും. വീഴ്ചകളും തളർച്ചകളും ഒക്കെ മാറി പതുക്കെ ഒരു പുതു ജീവൻ വരുന്നതായി തോന്നും. തീർച്ചയായും എല്ലാ നന്മകളും അനുഭവയോഗ്യമായി തീരട്ടെ. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ദൈവാധീനം വരുന്ന സമയമാണ്. ഏകാദശി നാളായതുകൊണ്ട് രാശിനാഥനായ മഹാവിഷ്ണുവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ എന്നോ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ, കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനേയ എന്ന രാജഗോപാല മന്ത്രം ജപിക്കുകയോ, വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ പൂർണ്ണമായി മാറും. ശിവങ്കൽ പിൻവിളക്ക് തെളിക്കുക. വാഹനയോഗം കാണുന്നുണ്ട്. കുടുംബദേവിയുടെ ശക്തി, അതായത് കുടുംബക്ഷേത്രം പുനർനിർമ്മാണത്തിനൊക്കെയുള്ള യോഗം വന്നു ചേരും. പ്രായവാർക്ക് അല്പ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കൊക്കെ ചെറിയ അസ്വാസ്ഥ്യങ്ങൾ വരാം. കൃഷിസ്ഥലങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിനും അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായങ്ങളോ അല്ലെങ്കിൽ നല്ല സംഭാഷണങ്ങളോ കേൾക്കുവാനിടയാവും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രേമ നൈരാശ്യം അനുഭവിച്ച് വിഷമിക്കുന്ന പ്രണയിതാക്കൾക്ക് അവരുടെ പ്രണയ സാഫല്യത്തിനുള്ള മാർഗം തെളിഞ്ഞു തരും. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. സ്വയംവര മന്ത്രം, അതായത്
ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയാകർഷയ സ്വാഹ എന്ന് ഏതെങ്കിലും ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. അമ്മയുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും. എല്ലാ കഷ്ടതകളും മാറുന്നതിന് നാമജപം ഒരു വഴി തെളിച്ചു തരുന്നതാണ്. അതോടൊപ്പം കർമ്മം കൂടി ചെയ്യുമ്പോൾ നമ്മുടെ സഞ്ചിത കർമ്മവും മാർജിത കർമ്മവും അതുപോലെ തന്നെ ജാതകത്തിലെ ഗുണഫലങ്ങളും അനുസരിച്ചിട്ട് ഈ ദിവസം ഏറ്റവും അനുകൂലമായി തീരും. 27 നക്ഷത്രക്കാർക്കും 10/3/2025 ഏകാദശി നാളിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ദേവീ ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.